ഹലോ ഹായ് ഇന്ന് സേറയുടെ 6ാമത്തെ ബർത്ത്ഡേ ആണ് കേട്ടോ. ഞങ്ങൾ ആദ്യമായിട്ടാണ് ലൈഫിൽ സേറയുടെ ബർത്ത്ഡേ ഇത്ര സിമ്പിളായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഞങ്ങൾ ഞങ്ങളുടെ ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ച് ഹാപ്പി ആയിട്ടാണ് സെലിബ്രേറ്റ് ചെയ്യാറുള്ളത്. പക്ഷേ ഈ പ്രാവശ്യം റൂത്തപ്പൻ്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്തില്ല. അതുകൊണ്ട് തന്നെ സേറയുടെയും ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യേണ്ടതെന്ന് ഞങ്ങൾ കരുതി. അങ്ങനെ ഒരു ചെറിയൊരു കിറ്റ് വാങ്ങിച്ചിട്ടുള്ള സാധനങ്ങളൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്തതിന് ശേഷം സേറേനെ ഒരു റൂമിൽ പറഞ്ഞു വിട്ടു. അപ്പോൾ എൻ്റെ അനിയനും പിന്നെ ഹസ്ബൻഡും കൂടെയും കൂടി പുറത്ത് പോയി സേറയ്ക്ക് ഒരു സൈക്കിൾ വാങ്ങിച്ചിട്ട് വന്നായിരുന്നു. കാരണം സേറയ്ക്ക് ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു ഒരു സൈക്കിൾ വേണമെന്നുള്ളത്. പക്ഷേ സേറ ഒരിക്കൽ പോലും പ്രതീക്ഷ ഉണ്ടായില്ല ബർത്ത്ഡേയുടെ അന്ന് ഈ ഗിഫ്റ്റ് കിട്ടും എന്നുള്ളൊരു കാര്യം. അപ്പം സൈക്കിൾ വാങ്ങിച്ചുകൊണ്ട് വന്ന് ഞങ്ങൾ ഡോറിൻ്റെ പുറകിൽ വെച്ചു. കാരണം ഞാൻ സേറനെ ഓൾറെഡി റൂമിൽ പറഞ്ഞു വിട്ടിട്ടുണ്ടായി. അത് കഴിഞ്ഞിട്ട് ഒരു കുട്ടി കേക്കൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ ഒരു കേക്ക്. അപ്പോൾ ആ കേക്ക് എല്ലാം ഓപ്പൺ ചെയ്ത് വെച്ചു. അപ്പോൾ ഇനി എന്തായാലും കേക്ക് കട്ട് ചെയ്യുക എന്നുള്ള രീതിയായി കേട്ടോ. എന്നിട്ട് അവിടെയാണെങ്കിൽ ക്യാൻഡിലൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഉള്ള ഒരു കുഞ്ഞു കുട്ടി ക്യാൻഡിലൊക്കെ എടുത്ത് വെച്ചിട്ട് സേറമ്മനെയും റൂത്തപ്പനെയും കൊണ്ടുവന്ന് കേക്ക് കട്ട് ചെയ്തു. അപ്പോൾ കേക്ക് കട്ട് ചെയ്യുക എന്നുള്ളത് സേറമ്മൻ്റെ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. സേറയുടെ മാത്രം ബർത്ത്ഡേ എന്ന് കരുതി സേറ തന്നെ കേക്ക് കട്ട് ചെയ്യാൻ പോയപ്പോഴത്തേനും റൂത്തപ്പനും മറ്റേ നമ്മുടെ നൈഫി കയറി പിടിച്ച് അങ്ങനെ രണ്ടുപേരും കൂടി കേക്ക് കട്ട് ചെയ്തു. കേക്ക് കട്ട് ചെയ്തിട്ട് ആദ്യം സേറ തന്നെ എടുത്ത് കഴിക്കും കേട്ടോ കേക്ക്. കാരണം സ്വന്തം ബർത്ത്ഡേ ആണല്ലോ, എന്തും ആകാമല്ലോ. പിന്നെ അപ്പനടുത്ത് പോയിരുന്ന് കേക്കൊക്കെ കട്ട് ചെയ്ത് സേറ അപ്പനും പിന്നെ റൂത്തപ്പനും പിന്നെ അതുപോലെ തന്നെ അനിയൻ വന്നിട്ടുണ്ടായിരുന്നു. അനിയനൊക്കെ കേക്ക് കൊടുത്തു. പിന്നെ അനിയനാണെങ്കിൽ നല്ല കുട്ടി ഉടുപ്പ് മാക്സിന്ന് സേറയ്ക്ക് ഗിഫ്റ്റ് വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ റൂത്തപ്പനും കൊണ്ടുവന്നു കേട്ടോ. കാരണം റൂത്തപ്പന് ഇനി സങ്കടം ആകരുതല്ലോ, അതുകൊണ്ട് കിറ്റ്കാറ്റിൻ്റെ 12 ചോക്ലേറ്റുള്ള ഒരു ബോക്സ് റൂത്തപ്പനും കൊണ്ടുപോയി കൊടുത്തു. അങ്ങനെ സേറ എല്ലാവർക്കും ചോക്ലേറ്റൊക്കെ കൊടുത്തു. ഞങ്ങളെല്ലാവർക്കും ചോക്ലേറ്റ് അല്ല, ഞങ്ങൾ കേക്കൊക്കെ എല്ലാവർക്കും ഷെയർ ചെയ്തതിന് ശേഷം സേറമ്മനെ ആണെങ്കിൽ ഞങ്ങൾ ബാത്റൂമിൽ കൈ കഴുകാനായിട്ട് വിട്ടു. കാരണം സേറയുടെ കയ്യിൽ നിറയെ മറ്റേ കേക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എന്താ പറയുന്നത്, ഈ സൈക്കിള് എടുത്ത് ഒരു സൈഡിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അത് കഴിഞ്ഞിട്ട് സേറയോട് ഞങ്ങൾ പറഞ്ഞു തിരിച്ചു വരാൻ പറഞ്ഞു. തിരിച്ചു വരുന്ന വഴിയാണ് ഈ കാണുന്നത്. അപ്പം ഇങ്ങനെ എന്താ പറയുന്നത്, സേറ വന്നു കഴിഞ്ഞപ്പോഴത്തേനും സൈക്കിൾ കാണുന്ന ഒരു കാഴ്ചയാണ് കണ്ടുവരുന്നത് കേട്ടോ. സേറ സൈക്കിൾ കണ്ടതും ഭയങ്കര സർപ്രൈസ്ഡായി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സേറ ഒരിക്കലും പ്രതീക്ഷ ഉണ്ടായില്ല ഇങ്ങനൊരു ഗിഫ്റ്റ് കിട്ടും എന്നുള്ളൊരു കാര്യം. റൂത്തപ്പനും വന്നു. റൂത്തപ്പന് ഷോക്കായെങ്കിൽ റൂത്തപ്പൻ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കി അത് സേറയുടെ ബർത്ത്ഡേക്ക് കിട്ടിയ സേറയുടെ സൈക്കിളാണ്. പക്ഷേ ഞങ്ങൾ റൂത്തപ്പന് പറഞ്ഞ് മനസ്സിലാക്കി ബർത്ത്ഡേ ഗിഫ്റ്റ് സേറയ്ക്ക് മാത്രമാണെങ്കിലും അത് 2 പേരും കളിക്കാനുള്ളതാണ്. ഇല്ലെങ്കിൽ ഞങ്ങളത് തിരിച്ച് കൊണ്ടുവന്ന് നെസ്റ്റോയിൽ കൊണ്ടുപോയി കൊടുക്കുമെന്ന് ഓൾറെഡി സേറമ്മനോടും റൂത്തപ്പനോടും ഞങ്ങൾ പറഞ്ഞു. അപ്പം അങ്ങനെ പുറകിലൊരു കരിയറുള്ള സൈക്കിളൊക്കെ വാങ്ങിച്ചത് കൊണ്ട് സേറയ്ക്കും റൂത്തപ്പനും ഇനി കുറച്ച് നാളത്തേക്ക് സൈക്കിളിൽ ഇരുന്ന് തന്നെ കറങ്ങാം. അവർ ഭയങ്കര ഹാപ്പിയായി. സേറയ്ക്ക് ഓൾറെഡി സൈക്കിൾ ഓടാൻ അറിയാമായിരുന്നു. നേരത്തെ ഒരു കുട്ടി സൈക്കിൾ ഉണ്ടായിരുന്നതാണ്. അത് ഞങ്ങൾ വെക്കേഷന് നാട്ടിൽ പോയപ്പം ആ സൈക്കിൾ പോയി. അങ്ങനെ സേറ ഭയങ്കര ഹാപ്പിയായി. സൈക്കിളും കൊണ്ട് റൂത്തപ്പനെയും കൊണ്ട് ഇതിക്കടെയൊക്കെ നടക്കാൻ തുടങ്ങി കേട്ടോ. പിന്നെ അത് കഴിയുമ്പോൾ സേറ മറന്നുപോയി സേറയ്ക്ക് കിട്ടി ഗിഫ്റ്റ് എന്താണെന്നുള്ളൊരു കാര്യം സേറ മറന്നുപോയി. അനിയൻ കൊടുത്ത ഗിഫ്റ്റ് എന്താണെന്നുള്ളൊരു കാര്യം മറന്നുപോയി. അപ്പോൾ അങ്ങനെ അനിയൻ്റെ ഗിഫ്റ്റൊക്കെ സേറ തുറന്ന് നോക്കി. അതിൽ നല്ലൊരു ഉടുപ്പായിരുന്നു. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ല അടിപൊളി ഉടുപ്പും കുറേ ചോക്ലേറ്റും. റൂത്തപ്പം അങ്ങനെ കുറേ ചോക്ലേറ്റും. അപ്പോഴാണ് ഞാൻ ഓർത്തത് അവിടെ കേക്ക് കട്ട് ചെയ്ത് വെച്ച കാര്യം. അപ്പം എനിക്ക് കേക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാര്യം കുറച്ച് വണ്ണം കുറയ്ക്കണം എന്നൊക്കെ ഇപ്പം മനസ്സിൽ ചെറിയ ചിന്തകളുണ്ടെങ്കിലും ഇങ്ങനെയുള്ള സ്വീറ്റ്സ് ആയിട്ടുള്ള കാര്യങ്ങൾ പിന്നെ ഇച്ചിരി മധുരമുള്ള കാര്യങ്ങൾ ഇതൊന്നും ഞാൻ എൻ്റെ ലൈഫിൽ നിന്ന് ഞാൻ ഒഴിവാക്കാറില്ല. അപ്പോൾ പിന്നെ ഇവർ ഗിഫ്റ്റൊക്കെ നോക്കിക്കൊണ്ടിരുന്ന സമയത്ത് ഞാൻ പോയി 1/2 കിലോ കേക്കും ഞാനും എൻ്റെ അനിയനും കൂടി തിന്ന് തീർത്തു എന്നുള്ളതാണ്. അങ്ങനെ കുറേ കുറേ വർഷങ്ങൾ ചേർന്നിട്ടാണ് ഇത്ര സിമ്പിളായിട്ടുള്ളൊരു ആഘോഷം. അനിയത്തിയോ കൊച്ചോ ഫ്രണ്ട്സോ ആരും ഇല്ലായിരുന്നു. ഞാനും സേറയും അപ്പയും പിന്നെ റൂത്തപ്പനും പിന്നെ അനിയനും, അങ്ങനെ ഞങ്ങൾ 5 പേര് കൂടിയുള്ള ഒരു അടിപൊളി ബർത്ത്ഡേ ആഘോഷത്തിൻ്റെ വീഡിയോ ആണിത്. നിങ്ങൾക്ക് കണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. നിങ്ങൾ ഞങ്ങൾക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്